ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലാവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒനിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ചെമ്മീൻ ഞാൻ അരമണിക്കൂർ മുന്നേ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര് എല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ചെമ്മീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിക്കായി കുക്കർ വെച്ച് അതിലാവശ്യത്തിന് നെയ്യ് ഒഴിച്ച് സ്പൈസസ് ആഡ് ചെയ്യുക. ഇനി നമുക്കൊരു ഹാഫ് ഓനിയൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ക്യാരറ്റും ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങ നീരും ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കാറ്. അതും ആഡ് ചെയ്ത് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം 15-20 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഫ്രൈ ചെയ്ത ബാക്കി ഓയിലിൽ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒനിയൻ എല്ലാം ഇട്ട് വഴറ്റാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു 2 തക്കാളി, അതുപോലെ കുറച്ച് മല്ലിയില, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില ഇട്ട് അതും വഴറ്റുക. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യാം. തക്കാളി നന്നായി മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് നന്നായി മൂപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് മസാല മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് ഇളക്കുക. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് ദമ്മ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചെമ്മീൻ റോസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിന് മുകളിലോട്ട് ആഡ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒനിയൻ, കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ഫ്ലേവറിനായിട്ട് മുകളിൽ കുറച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ്സ് ആവി കയറ്റാം. വളരെ ടേസ്റ്റിയായ ചെമ്മീൻ റോസ്റ്റ് ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.